ഹലോ ഹായ് എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ മെഹന്തി ഫങ്ഷനാണ്. ഞാൻ റെഡിയായി ഫോട്ടോഷൂട്ട് പുറത്ത് പോയി ചെയ്യാനായിട്ട് ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് പോവുകയാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പുഴയോരത്താണ് കേട്ടോ നമ്മൾ പോയത്. ഈവനിങ് ആയിരുന്നു, ഒരു 4 അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി. 5-നാണ് മെഹന്തി ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, 5:30. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ശ്രീരാജേട്ടൻ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ പ്രയറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മെഹന്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റാക്കി. സിബിൻ ചേട്ടൻ ദേ ഇവിടെ കുട്ടികളെയും സെറ്റാക്കി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അവരിവിടെ കുളിക്കുകയാണ്, അപ്പോൾ അവരെന്നെ ചാടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഫോട്ടോ വീഡിയോയ്ക്ക് എല്ലാവരും സെറ്റായി. ഇതേവരെ ചാടി ഞാനിങ്ങനെ നടന്നു വന്നു. എങ്ങനെ ഉണ്ടാവും ഔട്ട്പുട്ട് എന്ന് എനിക്കറിയില്ല. അവരുടെ ആദ്യത്തെ ചാട്ടം അത്ര സെറ്റായില്ല, റീഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജിബിൻ ചേട്ടൻ അവരോട് പറഞ്ഞു. അവർ ഓക്കെ ആയിരുന്നു. അവർ വന്നു, വീണ്ടും ഷൂട്ട് ചെയ്തു. ഇത്തവണ കുറച്ച് ബെറ്ററായി കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇവർ ഡാൻസ് പ്രാക്ടീസാണ്. കുറച്ച് നേരം ഇങ്ങനെ ഫങ്ഷൻ സ്റ്റാർട്ടായി. മുത്ത് ഇന്നാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ഡേയ്ക്ക് എൻ്റെ മേക്കപ്പ് ചെയ്തത് കിങ്ങണിയാണ്, ഹെയർ ചെയ്തത് ചിന്നുവാണ്. നല്ലതായിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. സൺസെറ്റ് ആയതുകൊണ്ട് വെയിലുണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാണ്. ഇവർക്ക് നിന്ന് ബോറടിച്ചു. നമ്മൾ വന്നിട്ട് അധികം ടൈമൊന്നും ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഡാഡിയുടെ കോൾ വന്നു വീട്ടിലേക്ക് വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. വീടെത്തി. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി ചെയ്യാന്നുള്ളതായിരുന്നു തീരുമാനം. ഞാനവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം തന്നെ പോകണ്ട, അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റിംഗ് ആണ്. എല്ലാവരും സെറ്റായിരുന്നു. അപ്പോൾ മെല്ലെ മെല്ലെ നടന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനും നിന്നു. പക്ഷെ ഇവർക്ക് വേറെ എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഇതേ വിത്ത് ബാക്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കിത് സർപ്രൈസ് ആയിരുന്നു. ഞാനൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ വരില്ലാന്നായിരുന്നു പറഞ്ഞു. ഡാഡി എന്തിനാ നേരത്തെ വരാൻ പറഞ്ഞ് കോൾ ചെയ്തെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവിടെ നിന്ന് ചേച്ചിയേട്ടനും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം രോഹിത്തേട്ടൻ ആരോ ബാക്കിൽ വന്നു എന്നാണ് വിചാരിച്ചത്. വിത്തു വരുന്ന ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്കൊരു കുറച്ച് സെക്കൻഡ്സ് എടുത്തു വിത്തു ആണ് വന്നതെന്ന് അറിയാനായിട്ട്. എനിക്ക് ശരിക്കും സർപ്രൈസ് ആയിരുന്നു കേട്ടോ വിത്തുവിൻ്റെ വിസിറ്റ്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറി, എൻട്രി എല്ലാം കഴിഞ്ഞു. കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. പ്രാക്ടീസ് ചെയ്തതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ലൊരു ഞങ്ങൾ എൻജോയ് ചെയ്തൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ അത്. ലാസ്റ്റ് എല്ലാവരും ജോയിൻ ചെയ്തു. നല്ലൊരു ഡേ ആയിരുന്നു അന്ന്. ഒരു ചെറിയൊരു ഫങ്ഷൻ ആയിരുന്നു. ബാക്കി ഫോട്ടോസ് എല്ലാം ഞാൻ ഇതിൽ പിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അതിൽ ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മളുടെ ക്യാമറ ടീം ക്രിയേറ്റീവ് ഹട്ട് വെഡ്ഡിങ്സ് ആണ്. അവർ എല്ലാ മൊമെൻറ്റ്സും നന്നായി ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഫങ്ഷനായിരുന്നു കേട്ടോ നമ്മളുടെ മെഹന്തി. വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി, റിലേറ്റീവ്സും ഫ്രണ്ട്സിനെ മാത്രമാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അധികം ഗ്രാൻഡായിട്ടൊന്നും നമ്മൾ സെലിബ്രേഷൻ ഗ്രാൻഡായിരുന്നു, പക്ഷേ കുറച്ച് ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ടായിരുന്നു. വിത്ത് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. എനിക്ക് മെഹന്തി ഇട്ട് തന്നത് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഒരു ടീമിനായിരുന്നു, റിൻസി മേഹ എന്ന് പറഞ്ഞിട്ട്. ഇൻസ്റ്റയിലൊക്കെ അവർക്ക് പേജ് ഉള്ളതാണ്. 1 അവർ ടൈമിൽ അവരെൻ്റെ 2 ഹാൻഡും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു കേട്ടോ. പാലക്കാടാണ് അവരുള്ളത്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം. ഇതിൻ്റെ എഡിറ്റഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, പിന്നെ കാണാമേ.